പൊട്ട് 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 പൊട്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചൂണ്ടാൻ പോകാനുള്ള പരിപാടിയാടാ. 2 ദിവസം മുന്നേ ഞാൻ ചൂണ്ടാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മീൻ കിട്ടി, പക്ഷെ അതിൻ്റെ വീഡിയോ ഇല്ല. നിങ്ങൾ കണ്ടില്ലേ, ആ മീനാണ് കിട്ടിയത് കേട്ടാ. അപ്പോൾ ഇന്ന് പോയി നോക്കാന്ന് വെച്ചിട്ടാ. അപ്പോൾ മഴയുണ്ട്, വെള്ളമൊക്കെ അത്യാവശ്യം ഒരു വിധം വന്ന് ഒതുങ്ങി മീൻ കിട്ടേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. പോയി നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചൂണ്ടസ്ഥലത്തെത്തിയാണ് കേട്ടോ. നമ്മൾ ചൂണ്ടസ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചൂണ്ടസ്ഥലം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തീറ്റടാ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇത് പല്ലറ്റ് കേട്ടോ, പല്ലറ്റ് കുതിർത്തെടുത്തത്. കേട്ടോ, പല്ലറ്റ് കുതിർത്തെടുത്തത്. പിന്നെ അടുത്തത് ബിസ്ക്കറ്റ് ഇടാ, ബിസ്ക്കറ്റ് ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് ഇടാ. പിന്നെ ബ്രെഡ് ആടാ, ബ്രെഡ് ഒരു 2 ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് അടുത്ത് നോക്കിയാ ഇവന്നെ നോക്കിയൊരു മെയിൻ സാധനം കേട്ടോ, വേറെ നല്ലത് പഞ്ചസാര. കേട്ടാ, മീനുകൾക്കായി മധുരം നല്ല ഇഷ്ടം. പഞ്ചസാര മധുരം മീനുകൾ ഇഷ്ടമാണ്. നന്നായി കുഴച്ചിടുന്നുണ്ട്. ഇതിനാ ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ചേർത്തു. ഇതാണ് നമ്മുടെ തീറ്റ. പിന്നെ നന്നായി കുഴച്ചെല്ലാം കഴിഞ്ഞിട്ടേ ഗോതമ്പ് പൊടി ഇടാം. വെറുതെ മീനാക്കി ഇടുക. തീറ്റ റെഡി ആയിട്ടാ. ഇത്രയുള്ള പരിപാടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹുക്ക് സെറ്റ് പരിചയപ്പെടാം. ഇതാണ് ഹുക്ക് സെറ്റ് കേടാ. ഇതൊക്കെ ഞാൻ കെട്ടണ വീഡിയോകൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കണ്ടാ, പിന്നെ കെട്ടിയെടുത്തിട്ടുള്ളതാണ്. 6 ഹുക്ക് ഉണ്ടാവും ഇതിൽ. ഇതാണ് നമ്മുടെ ഹുക്ക് സെറ്റ് ഇടാം. നമ്മൾ സ്പൈഡർമല്ല, സ്പൈഡർ പരിപാടി കുറവാണ്. സ്പൈഡർ എടുക്കുക നമ്മൾ കുറവാടാ. നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കണ ഹുക്കുകളൊക്കെ കൊണ്ടിടാറ്. ഇങ്ങനെ ഒരു ബോൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് നോക്കിയാൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യടാ. ഉള്ളിലേക്ക് ഹുക്കൊക്കെ കയറ്റി വെച്ച് കൊടുക്കുക. കണ്ട, ഇങ്ങനെ തിരിച്ച് വയ്ക്കണേടാ. ഇങ്ങനെ മലർത്തിയില്ലേ, ഇങ്ങനെ മലർന്നിട്ട് ഇങ്ങനെ ഇരിക്കണം തിരിച്ച്.
നമ്മുടെ സെറ്റപ്പ്. നമ്മുടെ തീറ്റടൽ ഹുക്കിൻ്റെ ഒക്കെ സെറ്റപ്പ് ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഇറങ്ങിടാം. ഫ്രണ്ട്സ്, നമ്മളെ എന്താ പറയുക, മഴ ഇടവിട്ട് മഴ വരെ പോവാ പരിപാടിയാടാ. അത് കാരണം വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പുറത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കണതേ മൊബൈലിൽ എടുക്കണേ. അപ്പം മഴ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. ഒരു ക്യാമറ ഉണ്ടായിരുന്നത് കേടായി പോയി, ഒരു ഗോപ്രോ. അതിൽ ഇതേപോലെ വെള്ളം കയറിയിട്ട്, വെള്ളമല്ല കൂട്ടാൻ്റെ ചാറ്. ഞാൻ ഈ ചോറും പാത്രത്തിൽ ചോറും കറിയൊക്കെ ആക്കിയിട്ട് ബാഗിലിട്ട് നടന്നു. ആ ബാഗിൽ തന്നെ ഗോപ്രോ ഇട്ട് വെച്ചു. അതിൽ ആ കറിയുടെ ചാറ് പോയി ആകെ തകിട് കൂടി. ഇപ്പോൾ മൊബൈലിലെ വീഡിയോ എടുക്കണത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് വെക്കാനിങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് തിരങ്ങിടാം. നീർനായകൾ കിടന്ന് നടക്കണം ഇവിടെ. ഇവിടെ വന്ന് മീൻ പിടിക്കാൻ എന്തൊരു ചീനാണ്. മരം തിരിച്ച് ചെയ്യും, നേരത്തെ കടിക്കും. ഫ്രണ്ട്സ്, കൊത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ തീറ്റിട്ട് കൊടുക്കണം കേട്ടോ. വേറെ ഒന്നല്ല, എന്താ പറയുക, കരിമീൻ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. കരിമീനുകളെ ഇങ്ങനെ കൊത്തിയും മുണ്ടത്തിയും കരിമീനാണ് തോന്നുന്നു. മറ്റുള്ള മീനുകളുടെ കൊത്ത് കാണാല്ലേ, നോക്കി നോക്കാം. കരിമീൻ ഉണ്ടെങ്കിലേ ഒറ്റുണ്ടയിലൊക്കെ ഉള്ളിൽ ചീറ്റെടുക്കുക. കരിമീൻ വരേണ്ട സമയമുണ്ട്. ആ കടാ തട്ടി നിൽക്കണം. ആ കരിമീനെ ഉണ്ടെത്തി. ഇത് കരിമീനുണ്ട് ഫ്രണ്ട്സ്. ഇത് കൈക്കിരിക്കണം, ശരിക്ക് അടിച്ച് പിടിച്ചെടുക്കണം. ഒറ്റണ്ടിടുമ്പോഴേ ഇന്നെടുത്ത് വലിക്കണോ, എടുത്ത് കൊണ്ടുപോകണം. കൈക്കിരുന്ന് അടിച്ച് വലിച്ച് പിടിക്കണം. നമ്മൾ വലിയ മീനുകൾക്കെല്ലാം നോക്കിയാൽ റോഹു, തോളി അങ്ങനെയുള്ള മീനുകളെ ചൂണ്ടാനാണ് നോക്കിയത്. ചെറിയ കരിമീൻ കിട്ടുന്ന സമയം പോലെ വെള്ളമൊക്കെ വന്ന് ഒരു ഇതായി തെളിഞ്ഞ് കരിമീൻ തീറ്റെടുക്കുന്ന സമയം.
തട്ടി തട്ടി നോക്കിയിട്ട് പെട്ട് കിടക്കുന്നുണ്ടേ പരലുകളെ കുറവുണ്ട് പരൽ പരൽ പരലൊന്നുമില്ല തീറ്റൂല ആ പൊട്ട് 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 കരിമീൻ വന്നെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഉണ്ട് മീനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങോട്ട് പോയതാ കരിമീൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊത്തിനോട് അറിയാൻ പറ്റും കേടാ കരിമീൻ വന്നിട്ട് പറഞ്ഞില്ലേ
നമുക്ക് കൊത്ത് കണ്ടറിയാം. നമ്മൾ ഹുക്കൊക്കെ മാറ്റിയിടണം. കരിമീൻ്റെ കൊത്താണത്. നമുക്കൊരു സൂപ്പർ കരിമീൻ കിട്ടേ. അപ്പോഴേ കണ്ട ഫ്രണ്ട്സ്, കരിമീൻ കിട്ടിയില്ലേ. ഇത് മെയിനായിട്ടേ നമുക്ക് മീനിൻ്റെ കൊത്തറിയണം, ഏത് മീനെ കൊത്തണമെന്നൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് സുഖം ഒന്നുമില്ല, പിരിപിരി തട്ടി തട്ടി നിൽക്കും മറ്റേ ഉണ്ടായിരുന്ന. ഇതാകുമ്പോൾ എടുത്ത് വലിച്ചുകൊണ്ട് ഓടും. ഇങ്ങനെ ഒറ്റ ഇടുമ്പോഴേ ഇത്രേ ഉള്ളൂ. വലിയ ഉണ്ടായിട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ തട്ടി തട്ടി നിൽക്കും. ഇതൊക്കെ ഇപ്പം നമ്മൾ ഹുക്ക് സെറ്റ് മാറ്റിയിട്ട് കൊടുക്കുക, ഒറ്റ ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പം എന്താ വെച്ചാലേ വെള്ളം വന്നിട്ട് കുറച്ച് നാളായല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നിന്ന് എന്താ പറയുക, തെളിച്ചൊക്കെ വന്ന് മീനൊക്കെ കരിമീനൊക്കെ തീറ്റെടുക്കണ ഒരു ഇതായി. ആദ്യം തന്നെ വെള്ളം വരുമ്പോൾ കരിമീൻ തീറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കരിമീനൊന്ന് കുറച്ച് ദിവസം കഴിയണം വെള്ളം വന്ന് കഴിഞ്ഞിട്ട്. കരിമീനെ കിട്ടില്ല എന്നല്ല ഇവിടെ പറയണ. കരിമീൻ തീറ്റെടുക്കുക അങ്ങനെ പെട്ടെന്ന് ഇവിടെ കുറേ തീറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്. കരിമീനൊക്കെ കിട്ടുന്ന സാധനങ്ങളുണ്ടാവും, കിട്ടില്ല എന്നല്ല പറയണേ. ശരി, കരിമീനിന് ചൂണ്ടണപ്പോൾ നോക്കാം. ഇപ്പം നമ്മൾ മറ്റേ വലിയ മീനുകൾക്കുള്ളതല്ല വന്നത്. കരിമീനിനുള്ള ചൂണ്ട സെറ്റ് ചെയ്ത് വരണം. കരിമീൻ കിട്ടും തീറ്റയുടെ ചൂണ്ട കഴിഞ്ഞ്. തട്ടി തട്ടി തന്നെയുണ്ട് മീനുണ്ട്. ഇത് ശരിക്കും കൈക്കിരുന്നിട്ടേ കൊത്തുമ്പോൾ തട്ടി വലിച്ചടിച്ചെടുക്കണം. ഇതിപ്പോൾ കൊത്തി വലിച്ചോടുമ്പോൾ ലോക്കാവണ പരിപാടിയല്ലേ. നമ്മൾ കൈക്ക് പിടിച്ചിരുന്നിട്ട് അടിച്ച് വലിച്ചെടുക്കണ പരിപാടി ഉണ്ട്. ഞാൻ വീഡിയോസ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോകളുണ്ട്, കാണുന്നവർക്ക് സ്ഥിരം കാണുന്നവർക്ക് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം കുറേ കരിമീൻ പിടിച്ചു. ഒറ്റ ദിവസം തന്നെ ഒരുപാട് കരിമീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. റെഡി റെഡി നിൽക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഉണ്ട് കരിമീൻ പിടിക്കുന്നത്. ശരിക്ക് ഇവിടെ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഈ പുല്ലൊക്കെ നിൽക്കണ കാരണേ അത് ഇട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. താഴ്ത്തി ഇതൊക്കെ വെട്ടി വൃത്തിയായിട്ടിരിക്കണം. വെള്ളത്തിൻ്റെ അടുത്തിരുന്ന് പിടിക്കണം. കുത്തുവലിയില് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തണം കേട്ടോ. ഇന്നത്തെ ചൂണ്ടൊക്കെ നിർത്തി നമ്മൾ പോവാണ്. ഇന്നത് നിർത്തി ഒരു ചെറുത് പറഞ്ഞാൽ കുത്തി കെടുക്കണ്ടായിരുന്നല്ലോ. ഒരു ചെറുത് പറഞ്ഞാൽ വന്ന് പെട്ട് കുത്തി കെടുക്കുക. പിന്നെ നമ്മൾ നിർത്തിയിട്ടാ ലാസ്റ്റ് ഉണ്ടായിരുന്ന. ഫ്രണ്ട്സ്, നമുക്ക് കിട്ടിയ മീൻ ഇടാം. കിട്ടിയ മീൻ എന്ന് പറയാൻ കുറയുന്നില്ല, ആ കരിമീൻ തന്നെ. പിന്നെ ആ രണ്ട് ചെറിയ മുണ്ടത്തില് കുട്ടികൾ കുത്തിയിടുന്നില്ലേ, അത് കരിമീൻ. ഇതാണ് നമുക്കിന്ന് കിട്ടിയത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തി, ചൂണ്ടല് നിർത്തി പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ വരാം. ഇപ്പോൾ നമ്മൾ വന്ന് തുടങ്ങിയിട്ടല്ലോ. ഇപ്പോൾ ഞാൻ ആകെ 2 ദിവസം വന്നത്. ഇപ്പോൾ ഇന്നേക്ക് 2ാമത്തെ ദിവസമായിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം വന്നത് അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആകെ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സടിപ്പിച്ച് വന്നാൽ നമുക്ക് മീൻ കിട്ടുള്ളൂ. തീറ്റയ്ക്ക് വീണ് നമുക്ക് പിന്നെ മീൻ എപ്പോഴും തീറ്റ എടുക്കണം എന്നൊക്കെ ഒന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത ഇതിൽ അടിപൊളി വീഡിയോകൾ ചെയ്യാം. നമുക്ക് നല്ല നല്ല തീറ്റകൾ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതൊന്ന് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. നമ്മുടെ വീഡിയോ ഇപ്പോൾ വളരെ എന്താ പറയുക, റീച്ചൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആളുകളിലേക്ക് എത്തും. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള നല്ല ഊർജ്ജം, കുറേ പേര് കാണുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി നല്ല ഉന്മേഷം ഉഷാറൊക്കെ വരും. മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.